ഹലോ നമസ്കാരം. ഏവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ജനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ സെഗ്മെന്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത് 3 രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ലേഷ് നൈഹാൻ സിൻഡ്രോം, 2 ഗോഷേഴ്സ് ഡിസീസ്, 3 ടേ സാക്സ് ഡിസീസ്. അപ്പോ ഓൾറെഡി നമ്മൾ ജനറ്റിക് ഡിസീസസിന്റെ 2 പോർഷനുകൾ, മറ്റ് കുറച്ച് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട 2 പാർട്ടുകൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. അത് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പോയി കാണുക. ഇത് നമ്മുടെ മൂന്നാമത്തെ ഭാഗമാണ് ജനറ്റിക് ഡിസീസസിലെ. അപ്പൊ ഒട്ടും തന്നെ സമയം കളയുന്നില്ല. നമ്മൾ ഏറ്റവും ആദ്യം കാണാൻ പോകുന്ന അസുഖമാണ് ലേഷ് നൈഹാൻ സിൻഡ്രോം. ലേഷ് നൈഹാൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗമാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് ഇവിടെ ലേഷ് നൈഹാൻ സിൻഡ്രോമിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്? പോയിന്റുകൾ മാത്രം, നമ്മുടെ എക്സാമിന് വേണ്ടുന്ന പോയിന്റുകൾ മാത്രമേ നമ്മൾ പറയുന്നു. ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ ലേഷ് നൈഹാൻ സിൻഡ്രോം, അല്ലെങ്കിൽ എന്തിന്റെ പ്രശ്നമാണ് ഈ ലേഷ് നൈഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്? ആ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ ഒരു എൻസൈമിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പോ അടുത്ത ചോദ്യം വരികയാണ്, ഏതാണ് ആ എൻസൈം? ആ എൻസൈമിന്റെ പേര്, ഇത് നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു പേരാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പേര് ശ്രദ്ധിച്ചോളുക. HGPRT എന്ന് പറയുന്ന ഒരു എൻസൈം. സുഹൃത്തുക്കളെ, HGPRT നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ലേഷ് നൈഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ it is a deficiency of an enzyme called HGPRT. അപ്പൊ അടുത്ത ചോദ്യം വരുന്നു, എന്താണ് ഈ HGPRT എന്ന് പറയുന്നത്? അതിന്റെ ഫുൾ ഫോം ഞാൻ ഇവിടെ എഴുതുകയാണ്. ഹൈപ്പോക്സാന്തീൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസൈൽ ട്രാൻസ്ഫറേസ്. ചിലപ്പോ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ കയറി ചോദിക്കും. നിങ്ങൾ ഞെട്ടണ്ട, ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. HGPRT, ഹൈപ്പോക്സാന്തീൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ്. ഒരിക്കലും മറക്കരുത്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഹൈപ്പോക്സാന്തീൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ്. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തെ HGPRT എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ലാതാവുകയാണ് എങ്കിൽ എന്താണ് പ്രശ്നം? ഒറ്റ പ്രശ്നം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. It will result in the build-up of uric acid. Uric acid build-up നടക്കും. യൂറിക് ആസിഡ് ബിൽഡപ്പ് ഇവിടെ ഉണ്ടാകുന്നു. എന്താണ് ഈ യൂറിക് ആസിഡ് ബിൽഡപ്പിന്റെ കാരണം? യൂറിക് ആസിഡ് ബിൽഡപ്പിന്റെ കാരണം എന്ന് പറയുന്നത് ഈ HGPRT എൻസൈമിന്റെ അഭാവമാണ്, കുറവാണ്. കാരണം this is the enzyme responsible for purine recycling. പ്യൂരിൻ റീസൈക്ലിങ്ങിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് നമ്മുടെ ഹൈപ്പോക്സാന്തീൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ്. പ്യൂരിൻ പിരിമിഡിൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ അത് പറഞ്ഞ് സമയം കളയുന്നില്ല. അതിന്റെ പ്യൂരിൻ റീസൈക്ലിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് HGPRT. HGPRT നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിലോ പ്യൂരിൻ ബിൽഡപ്പ് ഉണ്ടാകുന്നു. അതായത് പ്യൂരിൻ സിന്തസിസ് നടക്കുകയും അത് സിന്തസിസിന് ആനുപാതികമായി അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള ഒരു പ്യൂരിൻ ബിൽഡപ്പ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ടും യൂറിക് ആസിഡ് ബിൽഡപ്പ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ. ഇതാണ് നമ്മുടെ ലേഷ് നൈഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എത്ര പോയിന്റുകൾ നമ്മളിപ്പോ കണ്ടു? 3 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. HGPRTയുടെ എന്ന് പറയുന്ന എൻസൈമിന്റെ കുറവാണ് ലേഷ് നൈഹാൻ സിൻഡ്രോമിന്റെ കാരണം. ഇതിന്റെ ഫലം എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ബിൽഡപ്പ് ആണ്. നമ്മുടെ ബ്ലഡിലും ടിഷ്യൂസിലും ഒക്കെ യൂറിക് ആസിഡ് ബിൽഡപ്പ് ഉണ്ടാകും. യൂറിക് ആസിഡ് ബിൽഡപ്പ് ഉണ്ടായുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺസും ഗൗട്ട് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ കിഡ്നിക്ക് ഇഷ്യൂസ്, ഗൗട്ട് എന്ന് പറയുന്ന അസുഖം. ഗൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ജോയിന്റിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അസുഖമാണ്. ഇതൊക്കെ വരാനുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. HGPRTയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്യൂരിൻ റീസൈക്ലിംഗ് ആണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓർത്തുകൊള്ളുക. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പൊ ഞാൻ ആ പോയിന്റുകൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതൊക്കെ പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്? 2,
HGPRTയുടെ ഫംഗ്ഷൻ. 3 ഇതില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. 4 HGPRTയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കുക. അങ്ങനെയെങ്കിൽ 5ാമത്തെ ചോദ്യം, HGPRTയുടെ എൻസൈം എന്ന് പറയുന്ന ഈ എൻസൈം ഇല്ലാതാകണമെങ്കിൽ അത് ഒരു ജനറ്റിക് ഡിസീസ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ജീനിൽ ഉണ്ടാകുന്ന എന്തോ മ്യൂട്ടേഷൻ ആണ് കാരണം. HGPRTയുടെ ജീനിന്റെ പേര് എന്താണ്? HGPRTയുടെ ജീനിന്റെ പേര് എന്ന് പറയുന്നത് HPRT1 എന്ന് പറയുന്ന ഒരു ജീനാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. HGPRTയുടെ ആ എൻസൈമിന്റെ ജീൻ എന്ന് പറയുന്നത് HPRT1 എന്ന് പറയുന്ന ഒന്നാണ്. അടുത്തത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. HPRT1 എന്ന് പറയുന്ന ഈ ജീൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ക്രോമോസോമിലാണ്? അല്ലെങ്കിൽ ലേഷ് നൈഹാൻ സിൻഡ്രോം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ക്രോമോസോം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എക്സ് ക്രോമോസോം ആണ്. സുഹൃത്തുക്കളെ മറന്നു പോകരുത്. എക്സ് ക്രോമോസോമിൽ കാണുന്ന ഒരു ജീനാണ് HPRT1 എന്ന് പറയുന്നത്. എക്സ് ക്രോമോസോമിൽ, അതായത് എക്സ് ക്രോമോസോം എന്ന് പറയാമല്ലോ നമ്മുടെ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് ക്രോമോസോം ആണ് എക്സും വൈ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സ് ക്രോമോസോമിൽ കാണുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ എന്താണ് ഒരു സെക്ഷുവലി അല്ലെങ്കിൽ ഒരു അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ ഒരു അമ്മയിൽ നിന്നും താഴെയുള്ള ആളിലേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന ഒരു പ്രവണതയാണ് സാധാരണ ഇത് കാണിക്കുന്നത്. അപ്പൊ എക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഒരു ക്രോമോസോമിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്സ് ക്രോമോസോമിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോ നമ്മൾ ലേഷ് നൈഹാൻ സിൻഡ്രോമിനെ കുറിച്ച് പഠിക്കേണ്ടുന്ന 5ാമത്തെ പോയിന്റ്, ഈ HGPRT ജീൻ അല്ലെങ്കിൽ എൻസൈമിന്റെ ജീൻ ഏതാണ്? HPRT1. അത് എവിടെ കാണുന്നു? അത് എക്സ് ക്രോമോസോമുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സെക്സ് ക്രോമോസോമുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ഈ ലേഷ് നൈഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളുക. അടുത്തതൊരു വളരെ പ്രസക്തമായ പോയിന്റ് ആണ് ലേഷ് നൈഹാൻ സിൻഡ്രോമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ കാഴ്ചവെക്കുന്ന ആ ജനറ്റിക് ഡിസോർഡർ ഏതാണ്? സുഹൃത്തുക്കളെ, സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ, സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ, സ്വന്തമായി ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാൻ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കാൻ തുനിയുന്ന ഒരു അസുഖമാണ് ഈ ലേഷ് നൈഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവരുടെ ഒരു കോമൺ സിംറ്റം എന്ന് പറയുന്നത് നഖം കടിച്ച് അവസാനം രക്തം വരുന്നത് വരെ നഖം കടിച്ചുകൊണ്ടിരിക്കും, വിരലുകൾ കടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ കാഴ്ചവെക്കുന്ന ഈ അസുഖമാണ് ലേഷ് നൈഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രസക്തമായ പോയിന്റ് ആണ്. ലേഷ് നൈഹാൻ സിൻഡ്രോമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന 7ാമത്തെ പോയിന്റ് ആണ് സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് എക്സ് ക്രോമോസോം ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സ് ലിങ്ക്ഡ് റിസസീവ് മാനറിലാണ് ഇത് പകരുന്നത് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എക്സ് ലിങ്ക്ഡ് റിസസീവ് മാനറിലാണ് ഇത് പകരുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ, ഇത് റിസസീവ് ആയിട്ട് മാത്രം വന്നു കഴിഞ്ഞാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതേസമയം XY എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു എക്സിന് ഈ ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്ക് ഈ അസുഖം ഉണ്ടാകും. അതേസമയം സ്ത്രീകളെ സംബന്ധിച്ച് 2X ഉള്ളത് കൊണ്ട് ഒരാള് റിസസീവ് ആയാലും പ്രശ്നമില്ല, 2 പേര് റിസസീവ് ആയാൽ മാത്രമേ ഈ അസുഖം വരികയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ റിസസീവ് എക്സ് ക്രോമോസോമിലാണ് ഇത് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക. ക്ലിയർ ആവുന്നല്ലോ? അപ്പൊ മിക്കവാറും സ്ത്രീകൾ കാരിയേഴ്സും പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്ത്രീകളിലും കാണാം 2 റിസസീവ് എക്സ് ക്രോമോസോം വന്നാൽ മാത്രം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോ നമ്മുടെ 7ാമത്തെ പോയിന്റ് ലേഷ് നൈഹാൻ സിൻഡ്രോമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ കാഴ്ചവെക്കുന്ന ഈ അസുഖമാണ് ലേഷ് നൈഹാൻ സിൻഡ്രോം. അങ്ങനെയെങ്കിൽ അവസാനത്തെ 1-2 പോയിന്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ലേഷ് നൈഹാൻ സിൻഡ്രോം ക്യൂർ ചെയ്യാനൊന്നും പറ്റുന്നതല്ല എന്ന് നമുക്ക് ഏകദേശം ഒക്കെ അറിയാം. പക്ഷേ ഈ യൂറിക് ആസിഡ് ബിൽഡപ്പിനെ കുറച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എഫക്റ്റ്, ഇതിന്റെ ഒരു സിംറ്റംസ് നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ യൂറിക് ആസിഡ് ബിൽഡപ്പിനെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് അല്ലോപ്യൂരിനോൾ. നമ്മുടെ സെറ്റ് എക്സാമിന് ഇത്തരത്തിലുള്ള ഡ്രഗുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലോപ്യൂരിനോൾ എന്നാണ് ഈ ഡ്രഗിന്റെ പേര്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, അല്ലോപ്യൂരിനോൾ വിച്ച് ഈസ് എ ഡ്രഗ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി യൂറിക് ആസിഡ് ബിൽഡപ്പ് ഇൻ ലേഷ് നൈഹാൻ സിൻഡ്രോം ഈസ് മാർക്കറ്റഡ് അണ്ടർ വിച്ച് ബ്രാൻഡ് നെയിം? അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഈ ഡ്രഗ് ഏത് ബ്രാൻഡ് നെയിമിലാണ്
മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് സൈലോപ്രിം. ഇത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോണേ. ഇത്തരത്തിൽ ബ്രാൻഡ് നെയിം ചോദിക്കുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഒരു സ്ഥിരം വിനോദമാണ്. ഈ യൂറിക് ആസിഡിനെ കുറയ്ക്കുന്ന ഒരു ആളാണ് അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ്. ഈ അല്ലോപ്യൂരിനോളിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ് സൈലോപ്രിം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ലീഷ് നൈഹാൻ സിൻഡ്രോമിനെ കുറിച്ചുള്ള 8ാമത്തെ പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഡ്രഗ് യൂറിക് ആസിഡ് ബിൽഡപ്പിനെ കുറയ്ക്കുന്നു. അല്ലോപ്യൂരിനോളിന്റെ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് നെയിം എന്ന് പറയുന്നത് സൈലോപ്രിം എന്ന് പറയുന്ന ഒരു പേരാണ്. സുഹൃത്തുക്കളെ, ഈ 8 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ലീഷ് നൈഹാൻ സിൻഡ്രോമിൽ നിന്നും നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുന്നു. ആ 8 പോയിന്റുകൾ എണ്ണിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. HGPRT ജീനിന്റെ അഭാവം, HGPRT ജീനിന്റെ യൂസ് എന്ന് പറയുന്നത് പ്യൂരിൻ റീസൈക്ലിംഗ്. അതിന്റെ ഫലമായിട്ട് ഇതില്ല എങ്കിൽ യൂറിക് ആസിഡ് ബിൽഡപ്പ് ഉണ്ടാകുന്നു. HGPRT എൻസൈമിനെ കോഡ് ചെയ്യുന്നത് HPRT1 എന്ന് പറയുന്ന ജീനാണ്. ഈ ജീൻ കാണുന്നത് എക്സ് ക്രോമോസോമിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അടുത്ത 7ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ കാഴ്ചവെക്കുന്ന അസുഖം ലീഷ് നൈഹാൻ സിൻഡ്രോം. എനിക്ക് തോന്നുന്നു നമ്മുടെ സെറ്റ് എക്സാമിന് തന്നെ ഏതോ ഒരു വർഷം ചോദിച്ചു ഇത്. സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ കാഴ്ചവെക്കുന്ന ജനറ്റിക് ഡിസീസ് ലീഷ് നൈഹാൻ സിൻഡ്രോം. ഏറ്റവും ഒടുവിൽ പറഞ്ഞ പോയിന്റ്, നമ്മുടെ യൂറിക് ആസിഡ് ബിൽഡപ്പിനെ കുറച്ച് ലീഷ് നൈഹാൻ സിൻഡ്രോമിനെതിരെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് 100% ഇഫക്റ്റീവ്, അത് നമ്മുടെ അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഡ്രഗ് ആണ്. അല്ലോപ്യൂരിനോളിന്റെ മാർക്കറ്റ് നെയിം, ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് സൈലോപ്രിം എന്ന് പറയുന്ന ഒന്നാണ്. സുഹൃത്തുക്കളെ, ഇപ്പോ നിങ്ങൾക്ക് നമ്മുടെ ലീഷ് നൈഹാൻ സിൻഡ്രോമിന്റെ പൂർണ്ണമായ 8 പോയിന്റുകൾ ഇത് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ 2ാമത്തെ അസുഖത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്, ഗോഷേഴ്സ് ഡിസീസ്. 2ാമത്തെ അസുഖത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്, ഗോഷേഴ്സ് ഡിസീസ്. സുഹൃത്തുക്കളെ, എന്താണ് ഗോഷേഴ്സ് ഡിസീസ്? അല്ലെങ്കിൽ ഗോഷേഴ്സ് ഡിസീസിനെ നമുക്ക് ഇത്തരത്തിൽ ചില പോയിന്റുകളായിട്ട് നമുക്ക് മാറ്റിയാലോ? ഗോഷേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം സ്പിംഗോലിപ്പിഡിന്റെ ബിൽഡപ്പ് കാരണം ഉണ്ടാകുന്ന പ്രശ്നം. നേരത്തെ അത് യൂറിക് ആസിഡ് ബിൽഡപ്പ് ആയിരുന്നു, ഒരു എൻസൈമിന്റെ കുറവ് കാരണം. ഇവിടെയും ഇതൊരു എൻസൈമിന്റെ ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു സ്പിംഗോലിപ്പിഡിന്റെ അല്ലെങ്കിൽ ഒരു ഫാറ്റി മെറ്റീരിയലിന്റെ ബിൽഡപ്പ് ആണ് ഈ ഗോഷേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ് ആ സ്പിംഗോലിപ്പിഡിന്റെ പേര്? ആ സ്പിംഗോലിപ്പിഡിന്റെ പേര് എന്ന് പറയുന്നത് ഗ്ലൂക്കോസെറിബ്രോസൈഡ് എന്നാണ്. ഗ്ലൂക്കോസെറിബ്രോസൈഡ് എന്ന് വിളിക്കുന്ന ഒരു സ്പിംഗോലിപ്പിഡിന്റെ അക്യൂമുലേഷൻ ആണ് ഈ ഗോഷേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂക്കോസെറിബ്രോസൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിപ്പിഡ്സിലെ തന്നെ ഒരു കാറ്റഗറിയായ സ്പിംഗോലിപ്പിഡ് ആണ്. സ്പിംഗോലിപ്പിഡ് ഇത് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുന്ന എൻസൈമിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കണമല്ലോ. എങ്കിൽ മാത്രമല്ലേ ഇതിന്റെ ബിൽഡപ്പ് ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിനെ കുറയ്ക്കുന്ന ഈ പറയുന്ന സ്പിംഗോലിപ്പിഡിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് തന്നെയാണ് ഇവിടത്തെയും പ്രത്യേകത. അങ്ങനെയെങ്കിൽ ആ എൻസൈം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഏത് എൻസൈമിന്റെ ഡെഫിഷ്യൻസി ആണ് ഇവിടെ ഇതിന്റെ കാരണക്കാരൻ? ആ എൻസൈമിന്റെ പേര് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഇൻ ഗ്ലൂക്കോസെറിബ്രോസിഡേസ്. ഗ്ലൂക്കോസെറിബ്രോസൈഡിനെ ആക്ട് ചെയ്ത് മാറ്റുന്നവനാണ് ഗ്ലൂക്കോസെറിബ്രോസിഡേസ്. പേരിൽ നിന്ന് തന്നെ അറിയാം, കാണാതെ പഠിക്കണ്ട. അപ്പോ എന്താണ് ഗോഷേഴ്സ് ഡിസീസ്? ഗോഷേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി. ഈ എൻസൈംസ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ ഗ്ലൂക്കോസെറിബ്രോസൈഡ് എന്ന് പറയുന്ന സ്പിംഗോലിപ്പിഡ് അക്യൂമുലേറ്റ് ചെയ്യും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ലിവർ, സ്പ്ലീൻ തുടങ്ങിയ അവയവങ്ങളിലെ സാരമായി ബാധിക്കുന്നു. അത് എൻലാർജ്ഡ് ആയിട്ട് മാറുകയും ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൽ ബ്രൂസസ് ഉണ്ടാകാം, നിങ്ങൾക്ക് അനീമിയ ഉണ്ടാകാം, നിങ്ങളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താഴേക്ക് പോകാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒന്നാണ്. പക്ഷെ അതൊക്കെ അതിന്റെ പെരിഫറി നടക്കുന്ന കാര്യമാണ്. അതിന്റെ എക്സാക്ട് ജനറ്റിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളുക, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഗോഷേഴ്സ് ഡിസീസിനെ കുറിച്ച് നമ്മൾ 2 പോയിന്റുകൾ പറഞ്ഞു. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്തിന്റെ ബിൽഡപ്പ് ആണ്? ഗ്ലൂക്കോസെറിബ്രോസൈഡ് എന്ന് പറയുന്ന ഒരു സ്പിംഗോലിപ്പിഡിന്റെ. ഈ ബിൽഡപ്പിന്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു എ ഡെഫിഷ്യൻസി ഡിസീസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു എ ഡെഫിഷ്യൻസി ഡിസീസ് എന്നല്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ആൻ എൻസൈം. ഏതാണ് ആ ഡെഫിഷ്യൻസി? ഗ്ലൂക്കോസെറിബ്രോസിഡേസ്. ഗ്ലൂക്കോസെറിബ്രോസൈഡിൽ ആക്ട് ചെയ്യുന്ന എൻസൈം
ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസ്. ഇത് നിങ്ങൾ എല്ലാവരും ഓർക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസിന്റെ ജീൻ എന്താണ്? ഈ പറയുന്ന എൻസൈമിന്റെ ജീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് GBA ജീൻ ആണ്. ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസിനെ കോഡ് ചെയ്യുന്ന ജീൻ GBA ജീൻ. അപ്പോ അടുത്ത ചോദ്യം വന്നു, GBA ജീൻ ഏത് ക്രോമോസോമിൽ കാണുന്നു? സുഹൃത്തുക്കളെ, ക്രോമോസോം നമ്പർ 1. ക്രോമോസോം നമ്പർ 1-ലാണ് ഈ GBA ജീൻ കാണുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇത്രയുമേ ഉള്ളൂ നമുക്ക് ഗോഷോസ് ഡിസീസിൽ പഠിക്കാൻ. എന്തൊക്കെ പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചത്? അപ്പൊ 3 പോയിന്റുകൾ നമ്മൾ ഇവിടെ കാണാം അല്ലെ? 3 പോയിന്റ്. 1, ഏത് എൻസൈമിന്റെ കുറവാണ്? ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസ്. ഇതിന്റെ ഫലമായിട്ട് ഏത് മെറ്റീരിയൽ ബിൽഡപ്പ് ചെയ്യുന്നു? ഒരു ലിപ്പിഡ് ആണ് ബിൽഡപ്പ് ചെയ്യുന്നത്, സ്ഫിംഗോലിപ്പിഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ്. ഇനി ഈ ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസിന്റെ ജീൻ ഏതാണ്? GBA ജീൻ. ഇത് എവിടെയാണ് കാണുന്നത്? ക്രോമോസോം 1. നേരത്തെ നമ്മൾ പഠിച്ച ലീഷ് നൈഹാൻ സിൻഡ്രോം ആയിരുന്നെങ്കിൽ X ക്രോമോസോം ആയിരുന്നു. ഇത് ക്രോമോസോം 1 ആണ്. ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ റിസസീവ്, അതായത് 2 റിസസീവ് ആയിട്ടുള്ള അലീലുകൾ വന്നാൽ മാത്രമേ ഈ അസുഖം എക്സ്പ്രസ്ഡ് ആയിട്ട് മാറൂ. ഓട്ടോസോംസിൽ വരുന്നത് കൊണ്ട്, ക്രോമോസോം 1 എന്ന് പറയുന്നത് ഓട്ടോസോം ആണ്, അതുകൊണ്ട് ഇതിനെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആയിട്ട് പറയും. അവസാനത്തെ പോയിന്റ്, ഗോഷോസ് ഡിസീസിന്റെ അവസാനത്തെ പോയിന്റ്. സുഹൃത്തുക്കളെ, ഗോഷോസ് ഡിസീസ് എന്ന് പറയുന്നത് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു അസുഖമാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. എന്താണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്? ലൈസോസോമൽ എൻസൈമുകൾക്ക് ഉണ്ടാകുന്ന ചില വേരിയേഷൻ കാരണം ലൈസോസോമിന് പ്രവർത്തനം നഷ്ടപ്പെടുന്നു, അതിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നു. അത് കാരണം ഉണ്ടാകുന്ന ചില അസുഖങ്ങളാണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. ഏകദേശം 30-ൽ കൂടുതൽ അസുഖങ്ങൾ അടങ്ങുന്ന ഒരു കാറ്റഗറി, ഫാമിലി ഓഫ് അസുഖങ്ങളാണ് ഈ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. അതിൽ ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് ഗോഷോസ് ഡിസീസ്. മറ്റൊരു പ്രധാനപ്പെട്ട അസുഖം കൂടി അതിന്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട്, അതാണ് ടെയ്-സാക്സ് ഡിസീസ്. അതാണ് ടെയ്-സാക്സ് ഡിസീസ്. അപ്പോ ഇതിന്റെ അകത്തും ചിലപ്പോൾ ചോദ്യം വരാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് ഒന്നുകിൽ ഗോഷോസ് ഡിസീസ് ആകാം, അല്ലെങ്കിൽ ടെയ്-സാക്സ് ഡിസീസ് ആകാം. ചിലപ്പോൾ ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും പറയും. ബാക്കി ഒരുപാട് ഡിസീസ് ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ കേട്ടുകേൾവില്ലാത്ത അസുഖങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഗോഷോസ് ഡിസീസ് അല്ലെങ്കിൽ ടെയ്-സാക്സ് ഡിസീസ് എന്നൊക്കെ പറയുന്നത് മറ്റൊരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസിന്റെ കാറ്റഗറിയിൽ കൂടി വരുന്ന ആളുകളാണ്. അപ്പൊ 4ാമത്തെ പോയിന്റ് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോളുക. ഗോഷോസ് ഡിസീസിന്റെ അവസാനത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസിന്റെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടെയ്-സാക്സ് ഡിസീസ്. സുഹൃത്തുക്കളെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ക്രോമോസോം നമ്പർ പഠിക്കുക, ജീനിന്റെ പേരുകൾ പഠിക്കുക, ആ എൻസൈമിന്റെ പേരും പഠിക്കുക. ക്ലിയർ ആണല്ലോ? നമ്മൾ അധികം സമയം കളയുന്നില്ല. നമ്മുടെ അവസാനത്തെ ആ അസുഖത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ അസുഖം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ടെയ്-സാക്സ് ഡിസീസ്. ടെയ്-സാക്സ് ഡിസീസ് നമ്മൾ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ആണ്. അത് ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതുന്നു. മറ്റൊരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ആണ്. ജനറ്റിക് ഡിസീസ് തന്നെയാണിത്, പക്ഷെ ലൈസോസോമിനെ ബാധിക്കുന്നത് കൊണ്ട് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അകത്ത് ഇവന്മാര് വരുന്നു. ഇനി എന്താണ് ടെയ്-സാക്സ് ഡിസീസ് എന്ന് പറയുന്നത്? ഇത് നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും നെർവ് സെൽസ് നശിച്ചു പോകുന്ന ഒരു അസുഖമാണ്. അപ്പൊ എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് നെർവ് സെൽസ്. ഡിസ്ട്രക്ഷൻ ഓഫ് നെർവ് സെൽസ് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ നെർവ് സെൽസ് നശിപ്പിച്ചു കളയുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു അസുഖമാണ് ടെയ്-സാക്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് നെർവ് സെൽസ് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. തെറ്റില്ലല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഡിഫക്റ്റ്? ഇവിടെയും ഒരു എൻസൈമിന്റെ ഡിഫക്റ്റ് ആണ്. ഏതാണ് ഡിഫക്റ്റീവ് എൻസൈം? ടെയ്-സാക്സ് ഡിസീസിലെ ഡിഫക്റ്റീവ് എൻസൈം എന്ന് പറയുന്നത് ഹെക്സോസമിനിഡേസ്. ഹെക്സോസമിനിഡേസ് എ എന്നറിയപ്പെടുന്ന ഒരു അസുഖമാണ്, ഹെക്സോസമിനിഡേസ് എ. അപ്പോ ആദ്യത്തെ എൻസൈം നമുക്ക് ഓർമ്മയുണ്ട്, ലീഷ് നൈഹാൻ സിൻഡ്രോമിലെ HGPRT. അതിനുശേഷം ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസ് എന്നറിയപ്പെടുന്ന എൻസൈം ആയിരുന്നു ഗോഷോസ് ഡിസീസിൽ. ടെയ്-സാക്സ് ഡിസീസിൽ
ഹെക്സോസമിനിഡേസ് എ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് എനിക്കൊന്ന് ഒരുപാട് തവണ നമ്മുടെ എക്സാമിന് തന്നെ ചോദിച്ചതാണ്. tay-Sachs ഡിസീസിലെ ഏത് എൻസൈമാണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്? എഫിഷ്യൻസി അല്ല, ഇത് ഡിഫക്റ്റീവ് ആണ്. അത് ഹെക്സോസമിനിഡേസ് ആണ്. ഡിഫക്റ്റീവ് എന്ന് പറയാൻ കാരണം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആൽഫ സബ് യൂണിറ്റില് അതിനെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഇവിടെ മ്യൂട്ടേറ്റഡ് ആയിട്ട് മാറുകയും, ഇതിലെ ഒരു സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്ന ജീൻ, എൻസൈമിനെ കോഡ് ചെയ്യുന്നതല്ല, എൻസൈമിന്റെ ഒരു സബ് യൂണിറ്റിനെ മാത്രം കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ട്. ആ ജീനിനെയാണ് നമ്മൾ ഹെക്സാജീൻ എന്ന് വിളിക്കുന്നത്. ഹെക്സോസമിനിഡേസ് ഹെക്സാജീൻ, അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാം. ഈ ഹെക്സാജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ് tay-Sachs ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് ഹെക്സോസമിനിഡേസ് ആണ്. അതിന്റെ പ്രശ്നമാണ്, കാരണം അതിന്റെ ഒരു സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്ന ഹെക്സാജീനിനാണ് ഇവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം വന്നു, ഇത് ഏത് ക്രോമോസോമിലാണ് വരുന്നത്? ഇത് ക്രോമോസോം നമ്പർ 15 ആണ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചോളുക. നമ്മുടെ എക്സാമിന് ക്രോമോസോം നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രോമോസോം നമ്പർ 15 ആണ് ഈ ഹെക്സാജീൻ അടങ്ങിയിരിക്കുന്നത്. എത്ര പോയിന്റ് നമ്മൾ ഇതുവരെ കണ്ടു? tay-Sachs ഡിസീസുമായി ബന്ധപ്പെട്ട് എത്ര പോയിന്റ് ഇതുവരെ കണ്ടു? ഒന്നാമത്തെ പോയിന്റ്, ഇതൊരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ആണ്. 2, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ നെർവ് സെൽസ് നശിച്ചു പോകുന്ന പ്രശ്നമാണ്. 3, ഏത് അസുഖമാണ് അല്ലെങ്കിൽ ഏത് എൻസൈമിന്റെ ഡിഫക്റ്റ് ആണ് ഇവിടെ കാരണം? ഹെക്സോസമിനിഡേസ് എ. അതിലെ ഒരു സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്ന ഹെക്സാജീൻ ആണ് ഇവിടെ മ്യൂട്ടേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ഹെക്സാജീൻ എവിടെ കാണുന്നു എന്ന ഒരു ചോദ്യം വന്നിരിക്കുന്നു. അത് ക്രോമോസോം 15 ആണ്. ലേഷ്നൈഹാൻ എക്സ് ക്രോമോസോം ആയിരുന്നു. ഗോഷസ് ഡിസീസ് ക്രോമോസോം 1 ആയിരുന്നു. tay-Sachs ഡിസീസ് ക്രോമോസോം 15 ആണ്. ക്രോമോസോമിന്റെ എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചോളുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. tay-Sachs ഡിസീസ് പല തരമുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഈ കുഞ്ഞുങ്ങള് തിരിഞ്ഞു കിടക്കുകയോ കമഴ്ന്നു കിടക്കുകയോ നടക്കുകയോ ഇഴയുകയോ ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയും ഏകദേശം ഒരു 15 വയസ്സാകുമ്പോഴേക്കും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ tay-Sachs ഡിസീസ് എന്ന് പറയുന്നത്. ഇതും ക്രോമോസോം 15-ലായതുകൊണ്ട് നമ്മൾ ഇതിനെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. കാരണം ഓട്ടോസോം ആണല്ലോ നമ്മുടെ ക്രോമോസോം 15 എന്ന് പറയുന്നത്. അത് റിസസീവ് പാറ്റേണിൽ വരുമ്പോൾ കാണുന്ന അസുഖമാണ് ഓട്ടോസോമൽ റിസസീവ് അസുഖമായ ഈ tay-Sachs ഡിസീസ്. അപ്പോ നമ്മുടെ ലേഷ്നൈഹാൻ എന്ന് പറയുന്നത് എക്സ്-ലിങ്ക്ഡ് റിസസീവ് ആയിരുന്നു. ഗോഷസ് ഡിസീസ് എന്ന് പറയുന്നത് ഓട്ടോസോമൽ റിസസീവ് ആയിരുന്നു. tay-Sachs ഡിസീസ് എന്ന് പറയുന്നതും ഓട്ടോസോമൽ റിസസീവ് ആണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ ഈ ഒരു എൻസൈമിന് ഡിഫക്റ്റ് സംഭവിച്ചപ്പോൾ വാസ്തവത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഗതി, എന്താണ് അവിടെ എന്തിന്റെ ബിൽഡപ്പ് അവിടെ ഉണ്ടായോ? തീർച്ചയായിട്ടും ഒരു ബിൽഡപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ബിൽഡപ്പ് എന്ന് പറയുന്നത് GM2 ഗാംഗ്ലിയോസൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ ബിൽഡപ്പ് അവിടെ ഉണ്ടായി. GM2 ഗാംഗ്ലിയോസൈഡ്. അത് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം tay-Sachs എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ എൻസൈം ഏത് എന്നുള്ളതാണ് മിക്കവാറും നമ്മുടെ എക്സാമുകൾക്ക് ചോദ്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എൻസൈം ഡിഫക്റ്റീവ് ആയപ്പോൾ അതിന്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ബിൽഡപ്പ് അവിടെ ഉണ്ടായി. ഏതാണ് ആ പ്രോഡക്റ്റ്? GM2 ഗാംഗ്ലിയോസൈഡ്. നമ്മുടെ 5ാമത്തെ പോയിന്റ് ആണ് GM2 ഗാംഗ്ലിയോസൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ ബിൽഡപ്പ് ഉണ്ടായി. സുഹൃത്തുക്കളെ, 5 പോയിന്റുകൾ മാത്രം പഠിച്ചാൽ tay-Sachs ഡിസീസിൽ നിന്നും നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. ഇറ്റ് ഈസ് ഓൾസോ എ ജനറ്റിക് ഡിസീസ്. ഇറ്റ് ഈസ് ആക്ച്വലി the destruction of nerve cells in the central nervous system. Defective enzyme is hexosaminidase A. Very very important. Hexosaminidase A യുടെ ഒരു സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്ന ഹെക്സാജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ് ഇതിന്റെ കാരണം. ഈ ഹെക്സാജീൻ എവിടെ കാണുന്നു? ക്രോമോസോം 15-ൽ കാണുന്നു. ക്രോമോസോമിന്റെ എണ്ണം നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളുക. ഹെൻസ് ഇതൊരു ഓട്ടോസോമൽ റിസസീവ് കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. tay-Sachs ഡിസീസ് എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ബിൽഡപ്പ് ആണ് എന്ന് ചോദിച്ചാൽ അത് GM2 ഗാംഗ്ലിയോസൈഡിന്റെ ബിൽഡപ്പ് ആണ് എന്നും കൂടി നിങ്ങൾ ഒന്ന് ഓർക്കുക. സുഹൃത്തുക്കളെ, 3 അസുഖങ്ങൾ വളരെ പെട്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ പെട്ടെന്നാണ് എങ്കിൽ പോലും പോയിന്റുകളിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആ 3 അസുഖങ്ങളിൽ നിന്നും വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടി എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റൊരു യൂണിറ്റുമായിട്ട് നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.